സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ബജറ്റാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ശിവസേന സംസ്ഥാന ട്രഷറർ ശാസ്തമംഗലം ഹരി പറഞ്ഞു. ശിവസേന കാസർഗോഡ് ജില്ലാ നേതൃയോഗം കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിനായുള്ള ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് ശിവസേന സംസ്ഥാന ട്രഷറർ ശാസ്തമംഗലം ഹരി പറഞ്ഞു. വൈദ്യുതിക്കും കുടിവെള്ളത്തിനും അമിത ചാർജ് ഈടാക്കിയ സർക്കാർ ഭൂനികുതി വർധനവിലൂടെ കർഷകരെയും സാധാരണക്കാരെയും ചൂഷണം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും ശിവസേന കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശാസ്തമംഗലം ഹരി കൂട്ടിച്ചേർത്തു. എൻഡിഎയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകകക്ഷിയാണ് ശിവസേന. അതിലെ ഓരോ പില്ലേഴ്സുമാണ് നിങ്ങൾ. അതിന്റെ നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അല്ലെ, ഞാനാരാണെന്ന് മറ്റേ എന്താ പറയുക, സിനിമയിലൊക്കെ പറയണേ, ഞാനാരാണെന്ന് എനിക്കൊരു ബോധം വേണം. അല്ലെ, എന്റെ കാര്യം ഞാനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും കൂട്ടിയാന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡൗണോ? എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. അതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പല പ്രതിഷേധങ്ങൾ നടത്താൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മളുടെ പ്രസ്ഥാനത്തെ കാസർഗോഡ് നിങ്ങൾ വളർത്തണം. ഈ വരുന്ന ഇലക്ഷനുകളിലെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം 100% ഉണ്ടാവണം. കാരണം നാളുകളിൽ ഭരിക്കാൻ പോകുന്ന എൻഡിഎയുടെ പ്രധാന ഒരു ഘടകകക്ഷിയാണ് നമ്മളെങ്കിൽ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇരയ്ക്ക് നീതി നിഷേധിക്കാൻ സർക്കാർ കോടികളാണ് ഖജനാവിൽ നിന്നും ചെലവാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര നയം സ്വീകരിച്ച് കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇത് തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. വടക്കൻ മേഖല ഓർഗനൈസർ അനുപമ ബറ്റ, ശിവസേന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രതീഷ് നായർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാലചന്ദ്രൻ കരിമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.